മൂവി മാനിയ 2.0 എന്ന നമ്മുടെ ചാനലിൽ ഇന്നത്തെ ഒരു രസകരമായ ഡ്രാമ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ, ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ സിഫാൻ അവളുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയം അമ്മ അവളെ ഫോൺ ചെയ്യുന്നു. വീക്കെൻഡ് വേറെ പ്രോഗ്രാം ഒന്നും നീ ഏറ്റേക്കരുത്, ചില കാര്യങ്ങളുണ്ടെന്നൊക്കെ അമ്മ പറയുമ്പോൾ എന്താ കാര്യം അവൾ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ പറയാന്ന് അമ്മ പറയുന്ന ടീം ഇപ്പൊ പറഞ്ഞൂടെ അമ്മ ഫോൺ വിളിച്ചതല്ലേ, എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും വീക്കെൻഡ് വേറെ പരിപാടിയൊന്നും ഏക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചു പറഞ്ഞത്, ബാക്കി കാര്യങ്ങൾ നിന്നോട് പിന്നെ പറയാമെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും അവളോട് വീക്കെൻഡ് അവൾക്ക് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ എന്ന് പറയുമ്പോൾ അച്ഛന്റെ അടുത്തൊരു സുഹൃത്തിന്റെ മകനാണ്, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞവർ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തിനാ ഇപ്പൊ അത്, ഞാൻ വിദേശത്ത് പോകാനിരിക്കല്ലേ, പിന്നെ എന്തിനാ എനിക്കിപ്പോ ഒരു ഡേറ്റ് ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് തന്നെ കെട്ടിക്കാനാണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി അവൾ ചോദിക്കുന്നു. നീ വിദേശത്ത് പോയി മടങ്ങി വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് കൂട്ടത്തിൽ തന്നെ നിനക്ക് പറ്റിയ ഒരാളെ തന്നെയാ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത്, നീ ഒന്ന് സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും അവളെ ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്യാനേ നോക്കുന്നു. അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അവളാകട്ടെ അടുത്ത ദിവസം ഡോക്ടർ ഹീയുടെ അടുത്ത് ഫോളോ അപ്പ് ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഹീ നൽകിയിട്ടുണ്ടായിരുന്ന ഷർട്ടൊക്കെ വൃത്തിയാക്കി തിരിച്ചു കൊടുക്കുന്നു. കൂടാതെ അവിടെ നിന്ന് സംസാരിക്കുന്ന ടീം അവളുടെ പൾസൊക്കെ ഹീ പരിശോധിക്കുമ്പോൾ ഹീ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ പേടിപ്പിച്ചോന്ന്, കാരണം അവനാകെ അപ്സെറ്റ് ആയി പെട്ടെന്ന് അവളിങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നിരുന്നല്ലോ. ആ ഒരു ചോദ്യം കേൾക്കുന്നവൾ ഒരു പേടിയില്ല, ഡോക്ടർ എന്തോ ഒരു കാര്യം കൊണ്ട് അപ്സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, ഡോക്ടർ എന്നെ ട്രീറ്റ് ചെയ്യുന്ന കണക്ക് ഞാൻ ഡോക്ടറെ ഒന്ന് കംഫോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് അവൾ അത് കൂളായി പറയുമ്പോൾ അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന ഒരു സംസാരത്തിന്റെ ഇടയിൽ അവൾക്ക് വീട്ടിൽ നിന്നപ്പോൾ പ്രഷർ വരുന്നു എന്ന കാര്യത്തെ പറ്റി അവൾ പറയുന്നുണ്ട്. അബ്രോഡിൽ പോകുന്നതിനെ പറ്റിയാണോ ചോദിക്കുമ്പോൾ അല്ല, അബ്രോഡിൽ ഞാൻ പോകുന്നതിനെ പറ്റി ഇപ്പൊ അവർക്ക് എതിർപ്പൊന്നുമില്ല, എനിക്ക് പ്രായം 10-27 വയസ്സായല്ലോ, അത് പറഞ്ഞ് ചുമ്മാ തൊന്തരവ് ചെയ്യാണെന്ന് പറയുമ്പോൾ അപ്പോൾ മാരേജിന്റെ കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്, കാരണം അവൾക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവളോട് ഒരു താല്പര്യമുള്ള അവൻ ഒന്ന് അപ്സെറ്റ് ആകുമല്ലോ. അങ്ങനെ പിന്നീട് മുത്തശ്ശനെ കാണാനായി ഹീ പോകുമ്പോൾ ഇന്ന് ക്ലിനിക്കിൽ സിഫാൻ വന്നത് കണ്ടിട്ടുണ്ടായിരുന്ന മുത്തശ്ശൻ സിഫാനെ പറ്റിയുള്ള കാര്യങ്ങൾ ഹീയോട് ചോദിക്കുമ്പോൾ അവളുടെ കല്യാണമൊക്കെ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള അലയൻസ് നടക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ ബോയ് ഫ്രണ്ട് ആരാ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൻ ഒരിക്കലും അവളെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ കാരണമാണ് അവൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നിട്ട് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി അവളുടെ പേരൻസ് അവളെ നിർബന്ധിക്കുന്നതെന്നല്ല ഹീ ആകെ ടെൻഷനായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിലും ഈ കല്യാണം പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ബ്ലൈൻഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നവരാണ് കൂടുതൽ പേരും. എന്തായാലും ആ പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെയോ നടക്കട്ടെ, നീ അതൊക്കെ വിട്ടുകളാ, നീ നിന്റെ കാര്യം നോക്കി ഇരിക്കുന്നില്ല. മുത്തശ്ശൻ സമാധാനിപ്പിക്കാനായി പറയുമ്പോൾ അവന് നല്ല സങ്കടമുണ്ട്, പക്ഷെ അത് മറച്ചു വെച്ച് അന്ന് എനിക്കെന്താ കുഴപ്പം, ഞാൻ അവളുടെ വെറും ഡോക്ടർ മാത്രമല്ലെന്നല്ല ഹീ പറയുമ്പോൾ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് ഉച്ചക്കള്ളം പറയുന്ന കേട്ടില്ലെന്ന് മറ്റുള്ള മുത്തശ്ശൻ ചിരിക്കുന്നു. ആ ചിരിയും കളിയാക്കലും ഒക്കെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ മുത്തശ്ശന്റെ പേരക്കുട്ടിയല്ലേ, ആ ഒരു സിമ്പതിയെങ്കിലും എന്നോട് കാണിച്ചുകൂടെ ചോദിക്കുമ്പോൾ നിന്നോട് എനിക്ക് സിമ്പതിയും കെയറും എല്ലാം ഉണ്ട്, അതുകൊണ്ട് പറയാം നിനക്ക് പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുക, കറക്റ്റ് സമയമായി ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കല്യാണം കഴിക്കാനായിട്ട്, ഇതും കൂടി കഴിഞ്ഞാൽ കല്യാണം ഒന്നും നടക്കില്ല, അവളെ മറന്നു കളഞ്ഞ് നീ വേറെ ആരെങ്കിലും നോക്ക്, നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സംസാരിക്കുന്നു. ഇത് അവന്റെ ലൈഫിന്റെ പ്രൈം ഇയേഴ്സ് ആണ്, ഈ ഒരു പ്രധാനപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നൊന്നും നടക്കില്ല എന്നും മുത്തശ്ശൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അവിടെ ഹെയ്ഡ് അടുത്ത് ഹെയ്ഡ് ജൂനിയർ ഡോക്ടറായ ഫാങ് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഇരിക്കുകയാണ്. പേരിന് മാത്രമാണ് ഡൗട്ട്, ഫാങ്ങിന് ഹെയ്ഡ് ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് അവന്റെ അടുത്ത് മിണ്ടിയും പറഞ്ഞിരിക്കാലോ കണ്ടോണ്ടിരിക്കാലോ എന്ന രീതിക്ക് അവൾ വന്നിരിക്കുകയാണ്. അവൻ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അവൾ ഇങ്ങനെ ലവ് ചിഹ്നവും ബുക്കി വരച്ച് അശ്രദ്ധമായി ഇരിക്കുകയാണ്. അവനായിട്ട് കുറച്ച് പറഞ്ഞു കൊടുത്ത ശേഷം അവളോട് ഈ കാര്യങ്ങളൊക്കെ എന്നെക്കാൾ നന്നായി പറഞ്ഞു തരാൻ സാധിക്കുന്നത് നമ്മുടെ സീനിയർ ഡോക്ടർക്കാണെന്ന് പറഞ്ഞ് അവന്റെ മുത്തശ്ശന്റെ അടുത്ത് പോയി ഡൗട്ട് ചോദിക്കാനായി അവളോട് പറയുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന ഡൗട്ടൊക്കെ അദ്ദേഹത്തിന് വളരെ സില്ലി ആയി തോന്നിയാലോ, അതുകൊണ്ട് എനിക്കൊരു മടിയാണെന്ന് പറയുന്നവർ ഞാൻ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഡൗട്ടൊക്കെ ചോദിച്ച്, എങ്കിൽ സോറി, എന്തായാലും എനിക്ക് അതിന് പകരമായി ഡോക്ടർക്ക് ഒരു ട്രീറ്റ് തരണമെന്നുണ്ട്, നമുക്ക് ഇന്ന് ഡിന്നറിന് ഒന്നിച്ച് പോയാലോ എന്ന് ഒന്ന് എറിഞ്ഞ് നോക്കുന്നുണ്ട് അവന്റെ കൂടെ ഒരു ഡിന്നർ കിട്ടുമോ എന്നറിയാനേ. പക്ഷെ അവനായിട്ട് അതൊന്നും വേണ്ട, ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കടമയായിട്ട് ഞാൻ കാണുന്നുള്ളൂ എന്ന് അവൻ വളരെ കാഷ്വലായി പറയുമ്പോഴേക്കും ഇവരുള്ള റൂമിലേക്ക് ലീ വരുന്നു. ലീയും ഫാങ്ങിനെ പോലെ തന്നെ ഹീയുടെ ഒരു ജൂനിയർ ഡോക്ടറാണ്. ഈ ഫാങ്ങിനോട് ലീക്ക് ഒരു താല്പര്യമുണ്ട്. ലീ അങ്ങോട്ടേക്ക് വന്ന പാടെ സ്വർഗത്തിലെ കട്ടറുമ്പായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലെന്ന് ഫാങ്ങിന് ഭയങ്കര ഇഷ്ടക്കേട് തോന്നുന്നു. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോന്ന് ഇവരുള്ള സ്ഥലത്തേക്ക് കയറി വന്ന് ലീ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ നീ സാധാരണ ഗുഡ് ന്യൂസ് ഒന്നും ആയിട്ട് വരാറില്ലല്ലോ, എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ ഒപ്പിച്ചോണ്ട് വരാറുള്ളൂ, എന്താ ഇപ്പോഴത്തെ പണിന്ന് ഹീ ലീയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടും ചോദിക്കുന്നു. അല്ല, എനിക്കൊരു ഗുഡ് ന്യൂസ് തന്നെയാ പറയാനുള്ളത്, എനിക്കൊന്ന് ഡോക്ടർ ഹീയോട് തനിയെ സംസാരിക്കണം എന്നിങ്ങനെ ലീ പറയുമ്പോഴേക്ക് ഫാങ് അവിടെ നിന്ന് ലീയെ നോക്കി തുറച്ച് ഇഷ്ടക്കേട് മുഖത്ത് കാണിച്ചു തന്നെ അവിടെ നിന്ന് പോന്നു. അവനാകട്ടെ അവളെ ഒന്ന് നോക്കിയ ശേഷം തിരിച്ച് ഹീയുടെ അടുത്തേക്ക് എത്തി വീക്കെൻഡ് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്തെങ്കിലും പണി തരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന ഹീ വീക്കെൻഡ് ഫ്രീ അല്ല, ഒരു സെമിനാർ ഉണ്ടെന്ന് പറയുമ്പോൾ വെറുതെ നമ്പർ ഇറക്കില്ലേ മാഷെ, വീക്കെൻഡ് ഒരു സെമിനാറും ഇല്ല, അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, ഡോക്ടർക്ക് അറിയാലോ എനിക്ക് ഫാങ്ങിനോടാ ഇഷ്ടമെന്ന്, പക്ഷെ എന്റെ വീട്ടുകാർ എനിക്കൊരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെറുതെ എന്തിനാ, താല്പര്യം
ആവശ്യമില്ലാതെ ഞാൻ അവിടെ പോയി ആ പെൺകുട്ടിയുടെ സമയം കളയുന്നത് എന്റെ സമയം കളയുന്നത്. അതുകൊണ്ട് എനിക്ക് പകരം ഡോക്ടർ ഒന്ന് പോകുമോന്ന്. ഈ ഒരു എലിജിബിൾ ബാച്ചിലർ ആണ്, കല്യാണപ്രായമൊക്കെ ആയല്ലോ, സിംഗിൾ ആണല്ലോ, അപ്പൊ ആ ഒരു രീതിക്ക് അവൻ ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ. എന്നാൽ തനിക്കും കൂടി ആവശ്യത്തിന് വേണ്ടി ലീ ഇത് പറയുമ്പോ അതൊന്നും ശരിയാവില്ല എന്നല്ല അവൻ എത്ര നിർബന്ധിച്ചും കേൾക്കാതെ ഈ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ എന്തായാലും ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ ലീ അവിടെ പോകുമ്പോ അവിടെ അവൻ കാണുന്നത് സിഫാനെയാണ്. പക്ഷെ സിഫാനോ ലീക്കോ മുന്നേ കണ്ടു പരിചയമില്ല. സിഫാൻ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ലീ ഉള്ളതെങ്കിലും ഇവർക്ക് പരസ്പരം അറിയില്ല. അങ്ങനെ അവിടെ വെച്ച് ഇവർ സംസാരിക്കുന്ന ടീമാണ്. രണ്ടുപേരും മനസ്സ് തുറന്ന് പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് താല്പര്യമില്ലാന്ന്. അത് കേൾക്കുമ്പോൾ സിഫാനും ഹാപ്പി ആവുന്നു, ലീയും ഹാപ്പി ആവുന്നു. തനിക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം, അതാണ് ആഗ്രഹം, വീട്ടുകാർ വെറുതെ നിർബന്ധിച്ച് വിട്ടതാണെന്നെല്ലാം അവൾ പറയുമ്പോൾ അവനും അവന്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യാണ്, അവനും കരിയറിൽ കുറെ ഫോക്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ വീട്ടുകാർ പറയുന്ന കണക്ക് കല്യാണത്തിനൊന്നും താല്പര്യമില്ല എന്നല്ല. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്ന ടീം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ് ഇവർക്കിടയിലെ കോമൺ ഒരു ടോപ്പിക്കായി നിൽക്കുന്നത്. കാരണം അതിന്റെ ചികിത്സയാണ് ലീ ചെയ്യുന്നത്, അതിന്റെ ചികിത്സയാണ് സിഫാൻ എടുക്കുന്നത്. പക്ഷെ ഇവരവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കോമൺ ടോപ്പിക്കായി വരുന്നതെങ്കിലും ഇവർക്ക് രണ്ടുപേർക്ക് കോമൺ ആയി അറിയാവുന്ന ഒരാൾ ഡോക്ടർ ഹീ ആണെങ്കിലും അത് ഇവർക്കിടയിൽ മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഹീയെ പറ്റി ലീ സിഫാനോട് പറയുന്നു. പറയാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ കൂടുതലായി പ്രാക്ടീസ് ചെയ്യുന്നത് പ്രായമുള്ള ഡോക്ടേഴ്സ് ആണെന്ന പൊതുവെയുള്ള ധാരണ. പക്ഷെ നിങ്ങൾ വളരെ യങ് ആണല്ലോ എന്ന് ഒരു കല്യാണ പ്രായം എത്തിയ ഒരു ചെറുക്കനെ കണക്കൊന്നും ലീയെ കണ്ട തോന്നില്ല എന്ന രീതിയിൽ സിഫാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അവൾ ഹീയും കൂടി ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഹീയുടെ പേരൊന്നും അവിടെ പറഞ്ഞില്ല. അത് കേൾക്കുന്ന ലിയായിട്ട് എന്നേക്കാൾ മിടുക്കനും യങ്ങുമായ ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരൻ എന്റെ സീനിയർ, ആക്ച്വലി പുള്ളിക്കാരനാണ് എന്നെ അവിടെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ലീയുടെ കാര്യങ്ങൾ പറയുന്നു. അത് പറയുമ്പോഴും ഇവർക്കറിയില്ല ഇവർ ഒരേ ഹോസ്പിറ്റലിൽ ഉള്ളവരാണ്, ഇവർക്ക് അറിയാവുന്നത്. പക്ഷെ ലീ അവന്റെ സീനിയർ എന്ന് പറഞ്ഞ് ആ ഡോക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോഴൊക്കെ തന്നെ സിഫാന്റെ മനസ്സിൽ അത് കേൾക്കുമ്പോൾ ഡോക്ടർ ഹീയുടെ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. എന്തായാലും അന്ന് അവരെ അവിടെ ബ്ലൈൻഡ് ഡേറ്റിന് വന്നിട്ട് നല്ല സുഹൃത്തുക്കളായി മാറുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് ഡ്യൂട്ടിക്ക് ലീ പോകുമ്പോൾ അവനെ കാണുന്ന ഹീ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൻ വിശേഷങ്ങൾ പറയുന്നുണ്ട്. കാണാൻ പോയ പെൺകുട്ടിയെ പറ്റി അവൻ പറയുന്ന ടീം അത് കേൾക്കുന്ന ഹീക്ക് ഇതൊക്കെ സിഫാനെ പറ്റി പറയുന്ന കണക്കുണ്ട്. അതുകൊണ്ട് ഒരു ഡൗട്ടില് ആളിവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, പേര് സിഫാൻ എന്നതൊക്കെ ലീ പറയുമ്പോൾ അപ്പൊ അവളെയാണോ ഇവൻ കാണാൻ പോയെന്ന് ഹീ വളരെ ഹാപ്പി ആവുന്നു. അവൻ അങ്ങനെ വളരെ ഹാപ്പി ആവാൻ കാരണം കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അവളുടെ വീട്ടിൽ എന്ന് കേട്ടപ്പോൾ ഒരുപക്ഷെ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള അലയൻസിനെ പറ്റി ആയിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അവൾക്ക് പ്രഷർ വരുന്നതെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ബ്ലൈൻഡ് ഡേറ്റിന് പോയിരിക്കുകയാണ്. അതായത് അവൾക്ക് ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളുമായിട്ടാണ് അവളെ ഡേറ്റിന് അവളുടെ വീട്ടുകാർ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കല്യാണം ഒന്നും അവരുടെ ആലോചനയിലില്ല. അപ്പോൾ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ മുൻപരിചയം ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലാത്ത വേറൊരാൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ തനിക്ക് സ്കോപ്പ് ഉണ്ടല്ലോ. ലീ എന്തായാലും സിഫാനെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ആ കാര്യവും പേടിക്കണ്ട. അപ്പൊ തനിക്ക് എന്തായാലും അവളുടെ കാര്യത്തിൽ നറുക്ക് വീഴാൻ ഒരു ചാൻസ് ഉണ്ടെന്നൊരു ഹോപ്പ് അവന് വരുമ്പോൾ അവൻ വളരെ ഹാപ്പി ആവും. അങ്ങനെ അന്നായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വീടിന്റെ അവിടെ വെച്ച് സ്കേറ്റ് ചെയ്യുന്ന ഡോക്ടർ ഹീയെ സിഫാൻ കാണുന്നുണ്ട്. അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പൂക്കളും വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഹീ വളരെ ഹാപ്പി ആയിട്ടാണുള്ളത് എന്ന് സിഫാന് മനസ്സിലാവുന്നു. ഡോക്ടർ വളരെ ഹാപ്പി ആണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവന്റെ മനസ്സിൽ ഇവളുടെ കാര്യം ഓർത്തിട്ടുള്ള ഹാപ്പിനെസ് ആണ്, പക്ഷെ അത് അവൾക്ക് അറിയില്ല. എന്തായാലും ഡോക്ടർ ഹാപ്പി ആണല്ലോ, സന്തോഷം. പൂ പിടിച്ചോന്ന് പറഞ്ഞ് അവൻ ആ പൂക്കൾ ഇഷ്ടമാണെന്ന് അറിയാവുന്ന അവൾക്കും ട്യൂലിപ്പ് പൂക്കൾ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെങ്കിലും അവൻ അത് ഗിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പൂ വാങ്ങി അവൻ അവിടെ നിന്ന് ഹാപ്പി ആയി സ്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അവൾ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കണ്ട ഡോക്ടർ എന്ത് സങ്കടത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ ഡോക്ടർ എന്ത് ഹാപ്പി ആയിട്ടാണുള്ളത്. എന്തായാലും പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് അവന്റെ സന്തോഷം കണ്ട് അവൾക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഒരാൾ പ്രണയത്തിലാവുമ്പോൾ കാണിക്കുന്ന ചില പ്രത്യേക മാനറിസംസ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഡോക്ടർ ഹീയിൽ നമുക്ക് കാണാം. അങ്ങനെ അതിന്റെ ഇടയിൽ സിഫാൻ ഹീയെ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് അവർ കണ്ടുമുട്ടുമ്പോൾ അവൻ ഓൾറെഡി ഇവർ പതിവായി മീറ്റ് ചെയ്യാറുള്ള ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. അവൾ അന്ന് കുറച്ച് ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ അവനിങ്ങനെ അന്തം വിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വളരെ രസകരമായി അവൾ വരുന്നതൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നവൻ അവൾ ഡിന്നർ കഴിക്കാൻ പോകാന്ന് പറയുമ്പോൾ റെസ്റ്റോറന്റിൽ പോകണ്ട, ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് തരാം, എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവൻ വിളിക്കുമ്പോൾ അവൾ ഒന്ന് പരുങ്ങുന്നുണ്ട്. അത് കാണുന്നവൻ എന്താ എന്റെ അപ്പാർട്ട്മെന്റിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കൂടെ പോകുന്നു. ഒരേ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ 2 ഫ്ലോർസിലായിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഹീ കഴിയുന്നത് 12th ഫ്ലോറിലാണെങ്കിൽ സിഫാൻ ഉള്ളത് 5th ഫ്ലോറിലാണ്. അങ്ങനെ അവർ 12th ഫ്ലോറിലെ ഹീഡ് അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറി നിൽക്കുന്ന ടീം രണ്ടുപേർക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയാം. കാരണം അവര് മാത്രമേ ലിഫ്റ്റിലപ്പോ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കീ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഭദ്രമായി സിഫാൻ കൊടുത്ത റിങ് ഹീ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവൾക്ക് വരുമ്പോൾ തന്നെ ഇടാനായിട്ട് സ്ലിപ്പേഴ്സ് ഒക്കെ അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ വീട്ടിനകത്തും സ്ലിപ്പേഴ്സ് ഒക്കെ ഇട്ട് നടക്കുന്നവരാണ്. ഇവിടെ അധികം ഗസ്റ്റുകളൊന്നും അങ്ങനെ വരാറേ ഇല്ല. അതുകൊണ്ട് ഈ സ്ലിപ്പർ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് യൂസ് ആൻഡ് ത്രോ ആണ്, യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചാണ് അവൻ അത് കൊടുക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അത് അവൾ ഇടുന്ന ടീം അവൻ അങ്ങോട്ടേക്ക് മാറി പോകുമ്പോൾ അവൾ അപ്പാർട്ട്മെന്റ് ഫുൾ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കാണ്. ഓരോ വോളിൽ എന്തൊക്കെ വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കുന്നു. അങ്ങനെ അവൾക്ക് കുടിക്കാനായി കുറച്ച് ഹെർബ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി ഒരു വെള്ളം അവൻ കൊടുക്കുന്നുണ്ട്. അത്
കുടിച്ച ശേഷം ഇത് ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ അവളെ കൊണ്ട് കുടിപ്പിക്കുന്നു. എല്ലാ കാര്യത്തിലും അവനൊരു കെയറോട് കൂടിയാണ് അവളോട് ഇടപെടുന്നത്. അങ്ങനെ അവളെ അവിടെ ഇരുത്തി അവൻ ഫുഡൊക്കെ കുക്ക് ചെയ്യാനേ കയറാണ്. കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിലും അവൻ ശ്രദ്ധിക്കുന്നത് അവളെ തന്നെയാണ്. ഒപ്പം അവളും വീടിന്റെ കാഴ്ചകൾ കാണുന്നതിന്റെ ഇടയിൽ അവനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വളരെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി അവൻ ആ ഫുഡ് കുക്ക് ചെയ്യുന്ന കാഴ്ച. അങ്ങനെ അവൻ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാനായി കൊണ്ടുവെക്കുമ്പോഴേ അതിന്റെ സ്മെൽ അവളെ വളരെയേറെ ആകർഷിക്കുന്നുണ്ട്. നല്ല സ്വാദും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നവൾ ആക്ച്വലി ഡിന്നറിന് ഒന്ന് കൂടണം എന്ന രീതിയിൽ ഹീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അവന് കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശം കൊണ്ടല്ല, മറിച്ച് അവൾക്കൊരു ഹെൽപ്പ് അവനോട് ചോദിക്കാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അവൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി പോകുന്നുണ്ട് അവരുടെ ക്ലയൻസിന് വേണ്ടി. അത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ വെൽനെസ് പ്രോഗ്രാംസ് അവിടെ സ്റ്റേ ചെയ്യാനായി എത്തുന്ന അവരുടെ ക്ലയൻസിനൊക്കെ വേണ്ടി നൽകുന്നതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ അതിന് അവൾക്കറിയാവുന്ന വളരെ സമൃദ്ധനും മിടുക്കനും ഒക്കെ ആയ TCM ഡോക്ടർ ആണല്ലോ, ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ TCM. അപ്പോൾ ഹീക്ക് അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ TCM കൺസൾട്ടന്റ് അവന് നിൽക്കാൻ സാധിക്കുമോ എന്ന്. അതിനെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ പിന്നെന്താ, എനിക്കതിൽ സന്തോഷമുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം. അവിടുന്ന് അതിന് വേണ്ട ബാക്കി സപ്പോർട്ട് ലഭിക്കണമല്ലോ. കാരണം ഒരു ഡോക്ടർ മാത്രം പോരാ ഇതുപോലെ ഒരു മെഡിക്കൽ പ്രോഗ്രാം നടത്താനേ. അതിന് സപ്പോർട്ട് സ്റ്റാഫ്സ് വേണം, അതിന് വേണ്ട എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പറയുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ അവളും അതിന് വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഡിന്നറിന് ശേഷം അവൻ തന്നെയാണ് അവളെ താഴേക്ക് കൊണ്ടുപോയി ആക്കുന്നത്. ഈ ഒരു ടീം അവളാകട്ടെ അവനെ പെട്ടെന്ന് കുക്ക് ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു രീതിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു വിളിച്ചത്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ അവൻ വളരെ ഹാപ്പിയായി പറയുന്നു. അവൾ എന്തായാലും ഈ ഒരു കടം വീട്ടാനായി അവൾ തന്നെ നല്ലൊരു മീല് അടുത്തതായി ഹീക്ക് നൽകുമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞ ശേഷം നേരെ തന്റെ വീട്ടിലേക്ക് എത്തുന്ന സിഫാൻ ഹോട്ടലിൽ നടത്താൻ പോകുന്ന ഒരു TCM വെൽനസ് പ്രോഗ്രാമിന്റെ പ്രൊപ്പോസൽ തയ്യാറാക്കാനായിട്ടുള്ള പണിപ്പുരയിൽ കയറുന്നുണ്ട്. അതിനുവേണ്ടി അവൾക്ക് അവരുടെ കൺസൾട്ടന്റായി അവർ നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർ ഹീയുടെ പ്രൊഫൈൽ റെഡിയാക്കണം. അതിനായി അവൾ ഒരു വെബ്സൈറ്റിൽ കയറുന്നുണ്ട്. ഈ ഡോക്ടേഴ്സിന്റെ ഒരു വെബ്സൈറ്റ് ആണത്. അതിൽ കയറുമ്പോൾ ഡോക്ടർ ഹീയുടെ ഒരു കരിയർ പാത്ത് അവൾക്ക് അതിൽ മനസ്സിലാവുന്നുണ്ട്. അത് കാണുമ്പോൾ ഇപ്പോൾ ആ നാട്ടിലുള്ളത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് യങ് TCM ഡോക്ടർ തന്നെയാണ് ഹീ എന്നത് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് എന്നത് അവൾക്ക് മനസ്സിലാവുന്നു. അവളങ്ങനെ അതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഹീയുടെ മെസ്സേജ് അവൾക്ക് WeChatൽ വരുന്നുണ്ട്. അവൾ ഉറക്കം ഒഴിച്ച് പണിയെടുക്കരുത്, റെസ്റ്റ് എടുക്കണം, അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു മെസ്സേജ് തന്നെയായിരുന്നു അവൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഈ പ്രപ്പോസലൊക്കെ റെഡിയാക്കിയ ശേഷം അത് ഡോക്ടറെ കാണിക്കാനായി ഹീയുടെ ഹോസ്പിറ്റലിന്റെ അവിടേക്ക് സിഫാൻ പോകുന്നുണ്ട്. ഹീ ആ സമയം കൺസൾട്ടിംഗ് റൂമിനകത്തായിരുന്നില്ല ഉണ്ടായിരുന്നത്, വാർഡിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ഹീ ഇങ്ങനെ കേസ് ഷീറ്റ് ഒക്കെ വായിച്ച് വരുന്നത് കാണുന്ന സിഫാൻ ഹീയെ വിളിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അവൾ വിളിക്കുന്നത് അവൻ കാണുന്നില്ല. മറിച്ച് അവളിങ്ങനെ വിളിക്കാനേ ഒരുങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു കൊച്ചു പയ്യൻ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഹീയെ അച്ചാന്ന് വിളിച്ചോണ്ടാണ് ആ പയ്യൻ വരുന്നത്. ഹീ ആയിട്ട് അത് കേട്ട പടെ തിരിഞ്ഞു നോക്കി മോൻ എവിടെ പോയിരുന്നു എന്നൊക്കെ അവനോട് കുശലം ചോദിച്ച് അവനൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. ഇത് കണ്ടു നിന്ന് സിഫാന്റെ കിളികൾ എങ്ങോട്ടൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അച്ഛനോ? ഡോക്ടർ ഹീയെ ആ പയ്യൻ അച്ഛൻ എന്നാണോ വിളിച്ചത്? എന്തിവിടെ നടക്കുന്നേ? അതെങ്ങനെ ആ പയ്യന്റെ അച്ഛനാവും ഡോക്ടർ ഹീന്ന് ഒരു പിടുത്തം ഇല്ലാതെയാണ് അവൾ നിൽക്കുന്നത്. മുഖമൊക്കെ വാടി അവൾ എന്തായാലും ഹീയെ അങ്ങോട്ടേക്ക് ചെന്ന് കാണാതെ അവിടെ നിന്ന് മാറിപ്പോന്നു. ഇതേ ടീം ആ പയ്യന്റെ അടുത്ത് സംസാരിക്കുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഹീ ആ പയ്യനെ പറഞ്ഞു വിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സിഫാന്റെ മെസ്സേജ് വരുന്നത്. ഞാൻ ഡോക്ടറെ കാണാനേ വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ നഴ്സസ് സ്റ്റേഷന്റെ അവിടെ നിൽപ്പുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു വാട്ടിലുണ്ടായിരുന്നു. ഡോക്ടർ ഹീയുടെ പയ്യനാണോ കൊച്ച് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഹീ ഇങ്ങനെ വരുമ്പോഴേക്കും അവൾ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഹീ ഏൽപ്പിച്ച് ഞാൻ ഇത് തരാൻ വന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഒന്ന് നോക്കി ചിരിക്കുക പോലും ചെയ്യാതെ മുഖത്തേക്ക് മര്യാദയ്ക്ക് നോക്കി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. അവൾ ഒരുമാതിരി പെരുമാറി ഇങ്ങനെ പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് അവൻ അറിയില്ലല്ലോ. അവൾക്കാകട്ടെ ഹീക്ക് കുട്ടിയുണ്ടെന്ന തെറ്റിദ്ധാരണ മനസ്സിൽ കയറിയതിന്റെ ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസമാണ് ഈ കാണിക്കുന്നത്. അവൾ പിന്നീട് ഫ്രണ്ടും കൊളീഗും ഒക്കെ ആയി സൂവിന്റെ കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. അവരുടെ വർക്ക് റിലേറ്റഡ് ആയ കുറച്ച് ഷോപ്പിങ്ങിന് ആ ഒരു ടീം ഹീയെ പറ്റി സംസാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർക്കിടയിൽ ഹീ ഒരു ടോപ്പിക്കായി വരുന്നുണ്ടല്ലോ. അങ്ങനെ സംസാരിക്കുന്ന ടീം അയാൾക്ക് കുട്ടിയുണ്ടെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഇന്നാ ഞാൻ ആ സത്യം അറിഞ്ഞെന്നല്ല അവൾ പറയുമ്പോൾ നീ ഒന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആവാറുണ്ട്. പിന്നെ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചാൽ അവർ ആ ഒരു കാര്യമൊക്കെ മറച്ചു വെച്ച് മറ്റുള്ള പെൺപിള്ളേരോട് ഇടപെടുന്നതും ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നീ നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ നിന്റെ ലൈഫ് കോഞ്ഞാട്ടയാവും എന്നൊക്കെ പറഞ്ഞ് സോ പേടിപ്പിക്കുമ്പോ ശരിയാ, നീ ഒരു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരാളെ ആയിരിക്കില്ല അയാൾക്ക് കുട്ടിയുണ്ട്, അയാളത് മറച്ചു വെച്ചാൽ എന്നോട് ഇടപെട്ടോണ്ടിരുന്നത്, എന്നോട് ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടല്ല അറിഞ്ഞെന്നൊക്കെ അവൾ ചിന്തിക്കുമ്പോഴേക്കും ഈയുടെ മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്കൊന്ന് ഡിന്നറിന് കൂടിയാലോ എന്ന് അവൻ കാഷ്വൽ ആയി ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് കാണുന്നവൾ അത് സൂവിനോട് പറയുമ്പോൾ എന്റെ പൊന്നുമോളെ അയാൾ നിനക്ക് പണി തരും, നോക്കി കണ്ടും നിന്നോ, ഇല്ലെങ്കിൽ നീ ആ കൊച്ചിന്റെ സ്റ്റെപ്പ് മദർ ആകേണ്ടി വരും എന്നൊക്കെ സൂ സിഫാനെ കളിയാക്കുന്നു. ആക്ച്വലി ഹീ അവൾക്ക് വേണ്ടി അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ എല്ലാം പാചകം ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് അവൾക്ക് മെസ്സേജ് അയച്ചത് ഡിന്നറിന് കൂടിയാലോ എന്നും പറഞ്ഞു. ആ സമയത്ത് അവളിങ്ങനെ ഇല്ല ഞാൻ കഴിച്ചു എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഇത്ര നേരത്തെ ഡിന്നർ കഴിച്ചോ എന്നൊന്നും നിരാശ
ദേഷ്യമാവുന്നുണ്ട് അവന്. എന്തായാലും ഞാൻ തന്നെ ഈ ഉണ്ടാക്കിയതെല്ലാം കഴിക്കണമല്ലോ എന്ന് ചിന്തിച്ച് അവിടെ അവൻ ഇരിക്കുമ്പോഴും ഇവൾക്ക് മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അതുകൊണ്ടാണ് തന്നോട് അവൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊന്നും അവനറിയില്ല. അന്നെന്തായാലും മനസ്സിലാകെ ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്ന അവൾ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട് വരെ എത്തുന്നില്ല, അപ്പാർട്ട്മെന്റിന് മുന്നിൽ ആ ഒരു പാർക്ക് ഏരിയയിൽ എത്തുമ്പോഴേ ആകെ ഓഫായി അവൾ വീട്ടിലെ ബെഡിൽ വന്ന് കിടക്കുകയാണ് എന്ന ഒരു മട്ടില് പാർക്കിലെ ബെഞ്ചിലെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. ആ സമയം അവളെ അവിടെ വെച്ച് ഹീ കാണുന്നുണ്ട്. ഇവളെന്തീ കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ വേഗം അടുത്തേക്ക് വരുമ്പോഴേക്കും അപ്പോഴാണ് അവൾ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഡിന്നറിന് വിളിച്ചിട്ട് വരാതെ കുടിക്കാൻ പോയിരിക്കായിരുന്നോ എന്ന് ചോദിക്കുന്നവൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ വല്ല കോൾഡും പിടിക്കുമ്പോ ഞാൻ അപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവനെ തള്ളി മാറ്റുന്ന അവന് വായി വരുന്ന ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്റെ പുറകെ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയും അവളെ പിടിച്ചു നിർത്താനായി നോക്കുമ്പോൾ കയ്യിൽ കടിക്കുന്ന കണക്ക് പോവുകയും ഒക്കെ ചെയ്ത് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ കുടിച്ചാൽ ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ, അല്ലാത്തപ്പോ എന്ത് സ്വീറ്റ് ആയിട്ട് പെരുമാറുന്നവളാണ് ഇപ്പോ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സത്യത്തിൽ ആ കുട്ടി ആരാണ്? സിഫാൻ കരുതുന്നത് പോലെ ഹീയുടെ കുഞ്ഞാണോ അത്? എന്താണ് അതിലുള്ള ട്വിസ്റ്റ് എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ മൂവി മാനിയ 2.2 എന്ന നമ്മുടെ ചാനലിൽ ഇന്നത്തെ ഒരു രസകരമായ ഡ്രാമ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ, ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.